ശ്രീ ആർ.വി. ബാബു, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസിൽ ഇടപെടാൻ കഴിയില്ല എന്നുള്ള കാര്യം കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഹർജിയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഹൈക്കോടതിയിൽ പ്രദർശനം തടയില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. എങ്ങനെ കാണുന്നു? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയല്ലാതെ ഒരു തീരുമാനം എടുക്കാൻ സാധ്യമല്ല. കാരണം ഇത് സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടി, സർക്കാരിന്റെ അനുമതിയോടുകൂടി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഓൾറെഡി റിലീസ് ആയിട്ടുള്ള ഒരു ഫിലിം ഇതിനകം തന്നെ റിലീസായി കോടിക്കണക്കിന് ആൾക്കാർ അത് കണ്ടു. ആഗോളതലത്തിൽ തന്നെ കാണുന്ന തരത്തിലുള്ള സംവിധാനമായി. അത് കഴിഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത് കാണിക്കരുത്, അത് പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അവരോട് അത് കാണിക്കരുതെന്ന് പറയാൻ പറ്റുക? കാരണം അത് തികച്ചും നിയമവിധേയമാണ്. നിങ്ങൾക്ക് ഒരു വിഭാഗം ആളുകൾക്ക് ഈ കേരള സ്റ്റോറിയുടെ തീമിനോട് എതിർപ്പുണ്ടാവാം. അങ്ങനെ എതിർപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷന് ആ കാര്യത്തിൽ കേരള സ്റ്റോറിക്ക് എതിരായിട്ടുള്ള ഒരു നിലപാടും എടുക്കാൻ നിയമപരമായി സാധ്യമല്ല. വ്യാജമായിട്ടുള്ള ചില നരേറ്റീവുകൾ ഉണ്ടാക്കി തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് കേരള സ്റ്റോറിക്ക് എതിരായിട്ടും ഒക്കെ ഒരു വർഗീയ പോളറൈസേഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് ഈ കേരള സ്റ്റോറിയെ എതിർക്കുന്നവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ കയ്യടി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന എതിർപ്പുകൾ മുഴുവൻ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കേരള സ്റ്റോറി ആവട്ടെ, അതുപോലുള്ള സമാനമായിട്ടുള്ള സിനിമകളാവട്ടെ, അതൊന്നും ഇലക്ഷനുമായി ബന്ധപ്പെട്ടതല്ല. ഈ കേരള സ്റ്റോറി ഇറങ്ങിയത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടേയല്ല. ഇലക്ഷൻ വരുന്നതിനും ഒരു വർഷം മുൻപേ തന്നെ ഈ കേരള സ്റ്റോറി സിനിമ പബ്ലിഷ് ചെയ്തു. അത് നമ്മുടെ നാട്ടിൽ കാണിച്ചു, ദൂരദർശൻ അടക്കമുള്ള സിനിമ കാണിച്ചു. എന്തിനാണ് കേരള സ്റ്റോറിയോടുള്ള ഈ എതിർപ്പ് ഇത്രമാത്രം? എന്താണ് ഇവരെ ഭയപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ, ഇവർ മൂടി വെച്ച് ഇല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും കേരള സ്റ്റോറിയിലൂടെ ജനങ്ങൾ കാണുമ്പോൾ അതവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളായിട്ട് അവർക്ക് ബോധ്യപ്പെടുകയും അത് അവരുടെ വിശ്വാസത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യും എന്ന ഒരു ഭയമാണ് ഈ കേരള സ്റ്റോറിയെ എതിർക്കുന്നവരുടെ ഉള്ളിലുള്ളത്. എന്ന് വെച്ചാൽ സത്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കപ്പെടും. ഇവരുടെ കള്ളപ്രചരണം, ഇവരുടെ നുണപ്രചരണം ഇതൊക്കെ പൊളിഞ്ഞ് പാളിസാവും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് കേരള സ്റ്റോറിക്കെതിരായിട്ടുള്ള ഈ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ മുഴുവൻ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ നിലപാട് സ്വാഗതാർഹമാണ്. അതല്ലാതെ മറ്റൊരു നിലപാട് ഇലക്ഷൻ കമ്മീഷൻ എടുക്കാൻ സാധ്യമല്ല. കേരള സ്റ്റോറിയെ എതിർക്കുന്നവരുടെ അവരുടെ വാദങ്ങളുടെ മുന ഒടിഞ്ഞു പോയിരിക്കുന്നു. അതിന് യാതൊരു നിലനിൽപ്പുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലൂടെ ഒന്നുകൂടി നമുക്ക് ബോധ്യപ്പെടുന്നത്. ശ്രീ ആർ.വി. ബാബു, അതുമാത്രമല്ല, ഇത്തരത്തിൽ കേരള സ്റ്റോറിയെ വിവാദമാക്കുന്നത് ചില സ്ഥാപിത താല്പര്യക്കാരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ വിവാദങ്ങൾക്ക് ന്യായീകരണവുമായി മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തി എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മുഖ്യമന്ത്രി തന്നെയാണല്ലോ കേരളത്തിലെ പോളറൈസേഷന് നേതൃത്വം കൊടുക്കുന്നത്. വർഗീയ പോളറൈസേഷന് മുഖ്യമന്ത്രി തന്നെയല്ലേ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ഒരു കേസിൽ മാത്രമല്ലല്ലോ, ഒട്ടനവധി കേസ്, CAA, ഹമാസ്, പാലസ്തീൻ വിഷയം, ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പൊതുയോഗങ്ങളിൽ പങ്കെടുത്ത് ഒരു മതവിഭാഗത്തിനെ പോളറൈസേഷന് അനുകൂലമാകുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലല്ലേ? ഇപ്പോൾ CAA വിഷയത്തിലാകട്ടെ അല്ലെങ്കിൽ പാലസ്തീൻ വിഷയത്തിലാകട്ടെ, ആ ജനവിഭാഗത്തിനിടയിൽ നമ്മൾ കണ്ടതാണ്. CAA വിഷയത്തിൽ CPM-ന്റെ പൊതുയോഗങ്ങൾ നടന്നത് ഏത് ഭാഗത്താണ്? മലബാർ ഭാഗത്താണ്, അല്ലെങ്കിൽ മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയയിലാണ്. എന്തിനാണ് അങ്ങനെ ആ ഏരിയയിൽ മാത്രം അത്തരം സമ്മേളനങ്ങൾ നടത്തുന്നത്? ആ മതവിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് അവരിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കിയെടുക്കുക തങ്ങൾക്ക് അനുകൂലമായി. അപ്പം അങ്ങനെ കേരളത്തിൽ ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കി ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്നത് കേരള ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിലും മുഖ്യമന്ത്രി തന്നെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരുന്നത്. ഇതേ മുഖ്യമന്ത്രിക്ക് മീശ നോവലിൽ ഹിന്ദു സ്ത്രീകളെ അപമാനിക്കുന്ന കാര്യം വരുന്ന സമയത്ത് അത് ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള പ്രചരണമായിട്ട് തോന്നിയില്ലല്ലോ. ഇതേ മുഖ്യമന്ത്രിക്ക് സരസ്വതി ദേവി അടക്കമുള്ള ദേവതമാരുടെ നഗ്നചിത്രം വരച്ചു വെച്ചപ്പോൾ അതൊരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള ആക്രമണമായിട്ട് തോന്നിയില്ലല്ലോ. അപ്പോ ഇവിടെ ഒരു സംഘടിത വർഗീയ വിഭാഗത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇപ്പൊ PDP അടക്കം ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നില്ലേ? CPM-ന് പിന്തുണ നൽകുന്നത് ആരാണ്? അപ്പൊ ഒരു ഭാഗത്ത് കോൺഗ്രസിനെ SDPI പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് PDP പിന്തുണയ്ക്കുകയാണ്. അപ്പോൾ രണ്ടു കൂട്ടരും ഒരേ തരത്തിൽ തന്നെ മതവർഗീയ ശക്തികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയുള്ള ഒരു മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ഈ കേരള സ്റ്റോറിക്കെതിരായിട്ടുള്ള നീക്കമാകട്ടെ, അതേപോലുള്ള സമാനമായ സംഭവങ്ങളിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പാണ്. ആ ഇരട്ടത്താപ്പിന് പലതവണയായിട്ട് കോടതിയിൽ നിന്ന് അവരുടെ മുഖത്തടി ഏറ്റിട്ടുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനും അതേ രീതിയിൽ തന്നെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. അത് അങ്ങേറ്റം അഭിനന്ദനാർഹമാണ്, സ്വാഗതാർഹമാണ്.